ചെറുവള്ളി എസ്റ്റേറ്റിന്റെ അവകാശ തർക്ക കേസിൽ സർക്കാർ മനഃപൂർവ്വം തോറ്റുകൊടുത്തതാണെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷൻ ആർ.വി. ബാബു. കേസ് കൃത്യമായി വാദിച്ചിരുന്ന സുശീല ഭട്ടിനെ മാറ്റിയത് മുതൽ കേസ് അട്ടിമറിക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. കൃത്യമായ വാദങ്ങളോ കയ്യിലുള്ള പ്രധാന തെളിവുകളോ സർക്കാർ കോടതിയിൽ നൽകിയില്ല. സുശീല ഭട്ടിനെ തിരിച്ചു കൊണ്ടുവന്ന് കേസ് ജയിക്കാൻ സർക്കാർ അടിയന്തര ഇടപെടൽ നടത്തണമെന്നും ആർ.വി. ബാബു ആവശ്യപ്പെട്ടു. ശരിക്കും സർക്കാരിന് വേണ്ടി കേസ് നടത്തിയിരുന്നത് സുശീല ഭട്ട് എന്ന് പറഞ്ഞൊരു വക്കീലായിരുന്നു. അവർ വളരെ ആത്മാർത്ഥമായിട്ട് ഈ കേസ് വാദിക്കുകയും ഈ ഭൂമി സംബന്ധമായ ഹാരിസൺ മലയാളത്തിൻ്റെ അവകാശവാദങ്ങൾ തെറ്റാണെന്ന് കോടതിയിൽ സ്ഥാപിച്ച് വരുന്ന ഒരു കാലഘട്ടത്തിലാണ് വളരെ പൊടുന്നനെ അവരെ മാറ്റിയിട്ട് വേറൊരു വക്കീലിനെ വയ്ക്കുന്നത്. അതക്കാലത്ത് വളരെ വലിയ വിവാദത്തിന് കാരണമായിരുന്നു. അപ്പോൾ അതോടെ ഈ കേസ് തോറ്റുകൊടുക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടാണ് സർക്കാർ മുന്നോട്ട് പോകുന്നതെന്ന് അന്ന് തന്നെ വ്യക്തമായിരുന്നു. അയന ചാരിറ്റബിൾ ട്രസ്റ്റിൽ നിന്ന് സർക്കാർ ചെറുവള്ളി ഈ എസ്റ്റേറ്റ് എന്ന് പറയുന്ന ഭൂമി വിമാനത്താവളത്തിന് വേണ്ടി കാശ് കൊടുത്ത് അയന ചാരിറ്റബിൾ ട്രസ്റ്റിനോട് സർക്കാരിൻ്റെതാണ് എന്നുള്ള വാദത്തോടു കൂടി ഏറ്റെടുക്കുകയാണ്. സർക്കാർ ഏറ്റെടുക്കുന്നു. പക്ഷേ ഈ കേസ് പല സബ് കോടതിയിൽ വരുന്ന സമയത്ത് അയന ചാരിറ്റബിൾ ട്രസ്റ്റ് പറയുന്ന അവരുടെ വാദഗതികളെ ലംഘിക്കുന്ന അല്ലെങ്കിൽ അതിനെ മറികടക്കാവുന്ന രേഖകൾ ഹാജരാക്കി ഈ കേസ് വിജയിക്കണം എന്ന ലക്ഷ്യത്തോടു കൂടി സർക്കാർ പാലാ സബ് കോടതിയിൽ മൂവ് ചെയ്തിട്ടില്ല. ഈ കേസിൻ്റെ വിശദാംശങ്ങളുമായി അരുൺ കൊടുങ്ങൂർ ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്നും. എന്തായാലും അരുൺ, ഈ കേസിൽ ഒത്തുകളിച്ചതാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. സർക്കാർ അഭിഭാഷകൻ തോറ്റുകൊടുത്തതാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അട്ടിമറി എവിടെയാണ് തുടങ്ങുന്നതെന്ന് ആർ.വി. ബാബു കൃത്യമായി പറഞ്ഞു വെച്ചു. സുശീല ഭട്ട് അവർ ഗവൺമെൻറ് പ്ലീഡർ ആയ സമയത്ത് നന്നായി കൈകാര്യം ചെയ്തിരുന്ന ഒരു കേസാണ് ഇത്. പക്ഷേ സുശീല ഭട്ടിനെ അവിടെ നിന്ന് മാറ്റുന്നു. പലവട്ടം ഞാൻ സുശീല ഭട്ടുമായിട്ട് ഈ വിഷയം സംസാരിച്ചതാണ്. അന്ന് തന്നെ സർക്കാരിൻ്റെ ആ താല്പര്യം എന്താണ് എന്നവർ കൃത്യമായിട്ട് പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ അവരെ മാറ്റിയതിൽ അതിശയിക്കാനില്ല. അരുൺ കൊടുങ്ങൂർ, ഈ കേസ് ഏത് രീതിയിൽ കൈകാര്യം ചെയ്യാനാണ് ഹിന്ദു ഐക്യവേദി ഉദ്ദേശിക്കുന്നത്? എന്താണ് ആർ.വി. ബാബു പറഞ്ഞു വെച്ചത്? തീർച്ചയായും ഹൈന്ദവ സംഘടനകളൊക്കെ തന്നെയും ഈ വിഷയത്തിൽ കൃത്യമായ നിലപാട് വ്യക്തമാക്കി രംഗത്തെത്തിയിരിക്കുകയാണ്. കാരണം അത്ര വലിയൊരു അട്ടിമറിയാണ് ഈ വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നത്. ചെറുവള്ളി എസ്റ്റേറ്റ്, അതായത് സർക്കാർ എരുമേലി വിമാനത്താവളത്തിന് വേണ്ടി കണ്ടെത്തിയിരിക്കുന്ന ഭൂമിയാണ്. ആ ഭൂമി കണ്ടെത്തിയ സമയം മുതൽ തന്നെ വലിയ വിവാദമായിരുന്നു. ആ വിവാദത്തിൻ്റെ പശ്ചാത്തലമൊക്കെ തന്നെ കൃത്യമായി തന്നെ അറിയാം. സർക്കാരിൻ്റെ ഭൂമി എന്ന് അവർ പറയുമ്പോഴും നേരത്തെ കൃത്യമായി രേഖകളിലൊക്കെ തന്നെ കൃത്യമായി ദേവസ്വം ഭൂമി എന്ന് അടയാളപ്പെടുത്തിയ സ്ഥലം കൂടിയാണിത്. സെറ്റിൽമെൻറ്റ് രജിസ്റ്റർ പ്രകാരം ദേവസ്വം ഭൂമി എന്ന് കൃത്യമായി തന്നെ അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായി തന്നെ കഴിഞ്ഞ സമയങ്ങളിലൊക്കെ തന്നെ നമ്മൾ കൃത്യമായി വാർത്തയായി നൽകുകയും ചെയ്തിരിക്കുന്നതാണ്. പക്ഷേ ഈ വിഷയത്തിൽ നമുക്ക് എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ സർക്കാർ ഈ വിഷയത്തിൽ സ്വീകരിച്ച നിലപാടാണ്. കൃത്യമായ രേഖകളുണ്ട്. അതോടൊപ്പം തന്നെ സർക്കാർ തന്നെ നിശ്ചയിച്ച രാജമാണിക്യം കമ്മീഷനുണ്ട്. ആ കമ്മീഷൻ കൃത്യമായി തന്നെ ഇത് സർക്കാരിൻ്റെ ഉടമസ്ഥയിലുള്ള ഭൂമിയാണ് എന്ന് അതിൻ്റെ പൂർവിക രേഖകളൊക്കെ തന്നെ പരിശോധിച്ചുകൊണ്ട് കൃത്യമായി തന്നെ സമർത്ഥിക്കുകയും ചെയ്തതാണ്. പക്ഷേ ഈ കാര്യങ്ങളൊന്നും തന്നെ കോടതിയിൽ വാദിക്കാതെ അല്ലെങ്കിൽ ഈ രേഖകളൊന്നും തന്നെ കോടതിയിൽ കൃത്യമായി തന്നെ പറയാതെയുള്ള ഒരു നടപടികളായിരുന്നു ഉണ്ടായിരുന്നത്. ഇതുതന്നെയാണ് സംശയം ജനിപ്പിക്കുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് സർക്കാർ ഈ കേസ് മനഃപൂർവ്വം തോറ്റുകൊടുക്കുകയായിരുന്നു എന്നുള്ള ഗുരുതരമായുള്ള ഒരു ആരോപണം ഹിന്ദു ഐക്യവേദി ഉൾപ്പെടെ ഇപ്പോൾ ഉന്നയിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം. അതിൽ ഈ കേസിൻ്റെ അട്ടിമറി അല്ലെങ്കിൽ ഈ കേസ് ഒരിക്കലും സർക്കാർ ജയിക്കരുത് എന്നുള്ള ഒരു നിശ്ചയദാർഢ്യം അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ പരിണിത പ്രജ്ഞയായ ഈ ഒരു അഡ്വക്കേറ്റിനെ അല്ലെങ്കിൽ പ്ലീഡറായിരുന്ന സുശീല ഭട്ടിനെ ഈ കേസിൻ്റെ തുടക്കത്തിൽ തന്നെ മാറ്റിയിരുന്നത്. കൃത്യമായ രേഖകൾ, അതോടൊപ്പം തന്നെ ഈ കേസിൻ്റെ നാൾവഴികൾ കൃത്യമായി അറിയായിരുന്നു. അതോടൊപ്പം തന്നെ കൃത്യമായി വാദിച്ച് ജയിക്കാൻ കഴിയുമായിരുന്നു. പക്ഷേ അവരെ ഈ കേസിൽ നിന്നും മാറ്റിയതിലൂടെ വലിയ രീതിയിലുള്ളൊരു അട്ടിമറിയുടെ തുടക്കമായിരുന്നു ഉണ്ടായിരുന്നത്. അത് വലിയ വിവാദമായിരുന്നു അന്ന്. അതിൻ്റെ ഒരു പ്രതിഫലനം ഇപ്പോഴാണ് ഉണ്ടായത്. അത് കാര്യമായ ഒരു വാദമുഖങ്ങളും പാലാ കോടതിയിൽ കേസ് കൈകാര്യം ചെയ്യുന്ന പാലാ കോടതിയിൽ ഉന്നയിക്കാതെ കേസ് മനഃപൂർവ്വം തോറ്റുകൊടുക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. അതുതന്നെയാണ് ഇപ്പോൾ പ്രതിഷേധങ്ങൾക്കൊക്കെ തന്നെ ഇടവരുത്തുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇത്തരത്തിലുള്ള വലിയൊരു തിരിച്ചടി, ദൂരവ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാകുന്ന ഒരു തിരിച്ചടി ഉണ്ടാകും പോലും സർക്കാർ ഇതുവരെയും ഒരു അനക്കവും ഈ വിഷയത്തിൽ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സത്യം. അല്ലംബ്യ, ഇത്തരത്തിൽ എത്ര കേസുകൾ തോറ്റുകൊടുത്തിട്ടുണ്ടാവും കോടതിയിൽ, അല്ലേ? കണക്കുകൾ പുറത്തു വന്നിട്ടില്ലല്ലോ. ഒരെണ്ണം മാത്രമാണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത്.